കേരളത്തിലെ ആരോഗ്യരംഗം എല്ലാ കാലത്തും ഒരു മാതൃകയാണ്. നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാണ്. അത് നമ്മുടെ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിലാവട്ടെ, ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിലാവട്ടെ, നമുക്ക് ഹെൽത്ത് ഫെസിലിറ്റി കിട്ടുന്ന, അതായത് അതിൻ്റെ പ്രാപ്യതയുടെ കാര്യത്തിൽ, ചികിത്സയുടെ കാര്യത്തിൽ, ചികിത്സയ്ക്ക് ശേഷമുള്ള പരിചരണത്തിൻ്റെ കാര്യത്തിലെല്ലാം കേരളം എന്നും മറ്റ് സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. കേരളത്തിലെ ഈ പൊതുജനാരോഗ്യ മേഖലയെ, അതിൻ്റെ വ്യാപ്തിയെ, അതിൻ്റെ സാധ്യതകളെ ഒരു ആരോഗ്യരംഗത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത്? അതായത് ലോകാരോഗ്യ സംഘടന തന്നെ കുറേ ഇൻഡിസസ്, സൂചികകൾ നമ്മുടെ ആരോഗ്യരംഗത്തിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഇൻഡിസസിലൊന്നാണ് പറഞ്ഞ മരണ നിരക്ക്, അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്. അങ്ങനെ കുറേ ഇൻഡിസസ് ഉണ്ട്, നൂറുകണക്കിന് ഇൻഡിസസിൽ പ്രധാനപ്പെട്ട ഇൻഡിസാണ് ഒന്നാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാഭ്യാസമുള്ളൊരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയക്കാരൻ ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയെ പറ്റി പറയുകയുണ്ടായി. കേരളത്തിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞത് ഇവിടുന്ന് വിദേശത്തേക്ക് യാത്രയാവുന്നതുകൊണ്ടാണ്. അത് ശുദ്ധ അസംബന്ധമാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് അത് പറഞ്ഞത്. അപ്പോൾ ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് കൃത്യമായി അറിയാതെ ഉള്ള ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതും വിദ്യാഭ്യാസമുള്ള ഒരു നേതാവ് പറയുമ്പോഴും. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോഴും നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ നാഷണൽ ലെവലിലോ ഒരു വർഷത്തിൽ 1000 ബർത്തുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് എത്ര ശിശുമരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് റേറ്റ്. അതായത് ഒരു വർഷത്തിലുണ്ടാകുന്ന ശിശുമരണങ്ങൾ ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ ബർത്തുകൾ ഉണ്ടാകുന്ന നമ്പർ എടുക്കുക, അതിനെ 1000 കൊണ്ട് ഗുണിക്കുക, അങ്ങനെയാണ് റേറ്റ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന റേറ്റാണ് ഈ പറയുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അല്ല മൊത്ത ജനങ്ങളുടെ അല്ല. അപ്പോൾ ആ ഒരു പ്രസ്താവന തന്നെ വളരെ മോശമായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏകദേശം 27-30 ആ ലെവലിൽ നിൽക്കുമ്പോഴും ഉത്തർപ്രദേശിലാണ് 38, നമുക്കത് 5-ൽ താഴെയാണ്. അത് നമുക്ക് കാലാകാലങ്ങളായി നമ്മുടെ സംസ്കാരത്തിലുണ്ടായ മാറ്റം, നമ്മുടെ സമൂഹം കുറച്ചുകൂടെ പരിഷ്കൃത സമൂഹം ആയതുകൊണ്ടും ലിറ്ററേറ്റ് ആയതുകൊണ്ടും, പിന്നെ സർക്കാരുകൾ ഓരോ ലെവലിലും, അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ, സെക്കൻഡറി, അങ്ങനെ CHCകൾ, ജില്ലാ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജ്, ഇതിനെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചതുകൊണ്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടമാണ്. അത് കൂടാതെ തന്നെ ജനത്തിനിടയിൽ ഒരു അവബോധം ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതാണ്. ഇപ്പോൾ വീട്ടിൽ പ്രസവിക്കാതെ, നേരത്തെ ഞാൻ എൻ്റെ സർവീസ് തുടങ്ങിയ കാലഘട്ടത്തിൽ സബ് സെൻറ്റേഴ്സിലായിരുന്നു പ്രസവങ്ങൾ കൂടുതൽ. അത് കഴിഞ്ഞിട്ട് PHCയിലോട്ടായി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി സൗകര്യമുള്ള സ്ഥലങ്ങളിലോട്ടായി. അപ്പോൾ ലിറ്ററസി വർദ്ധിച്ചതനുസരിച്ച് സൗകര്യം കൂടി ഇവർ വീട്ടിൽ പ്രസവിക്കാതെ. അങ്ങനെയാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നത്, അല്ലാതെ വിദേശത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. ഈ മറ്റേണൽ മോർട്ടാലിറ്റി നമ്മൾ കണക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ 1,00,000-ൽ എത്ര ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ്. ഇപ്പോൾ മറ്റേ 1000 ആണെങ്കിൽ 1,00,000 അത്രത്തോളം കുറവാണെന്നുള്ളതാണ്. നമുക്കത് 30 താഴെയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ അത് 140-150 ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനം പ്രത്യേകിച്ചും ഒരു സൂചികകളിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ സർക്കാരുകൾ ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചറും അവബോധവും ലിറ്ററസിയും എല്ലാം കൂടെ ചേർന്നിട്ടുണ്ടായ ഒരു ഫലമായിട്ടാണ്.